ഒട്ടുമിക്ക സർവകലാശാലകളിലും വിദ്യാർത്ഥി സമരമാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, മാനസികമായി ഈ സമരത്തോട് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും പിന്തുണയുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും ഇപ്പോൾ വിദ്യാർത്ഥി സമരമാണ്. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. പുനർമൂല്യനിർണയം മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വരെ സർവകലാശാലകളുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല സമരത്തിലുള്ളത്. അവർക്ക് മനസ്സുകൊണ്ടുള്ള പിന്തുണ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. കേരള സർവകലാശാലയിലും ഒപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലും കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലും ഒക്കെ തന്നെ പ്രതിഷേധങ്ങൾ നടക്കുന്നു. കേരള സർവകലാശാലയിലെ പ്രതിഷേധമാകട്ടെ LLB പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഇരട്ട മൂല്യനിർണ്ണയം വേണ്ട എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പുനർമൂല്യനിർണ്ണയം അനിവാര്യമാണ്, അത് പുനഃസ്ഥാപിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഒപ്പം പരീക്ഷാ ഫീസുകളുടെ വർധനയും. ഇതിൻ്റെ പേരിൽ സമരം തുടങ്ങിയിട്ട് നാളുകൾ 4-5ആയി. പക്ഷേ ആരും ഇടപെടുന്നില്ല. ഇപ്പോഴവസാനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു, വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിന് വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ എപ്പോഴും അംഗീകരിക്കാനുള്ള സാധ്യതയുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവരുടെ പ്രതിഷേധത്തിന് മുന്നിൽ, അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ എന്തായാലും ഒരു വിയോജിപ്പിൻ്റെ സ്വരം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ തന്നെ പറയുന്നു. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലുണ്ടായ വിഷയങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതിനുമുള്ള പ്രതിഷേധമായിരുന്നു. VC തടഞ്ഞത് വലിയ വിവാദമായി. ഗവർണർ ഇടപെട്ടു. DGPയെ വിളിച്ചു വരുത്തുന്നു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നു. ഇങ്ങനെ തന്നെയാണ് പല സർവകലാശാലകളിലും നടക്കുന്ന വിഷയങ്ങൾ. ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിഷയങ്ങൾ നിലനിന്ന് പോരുകയാണ്. ഇതിലൊന്നും തന്നെ സർക്കാരോ സിൻഡിക്കേറ്റോ ഗൗരവത്തോടെ ഇടപെടുന്നതുമില്ല. ചില കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടായിരിക്കാം സർക്കാരും ഒരു മൗനത്തിൽ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും VC നിയമനത്തിൻ്റെ കാര്യത്തിൽ കോടതിയുടെ മുന്നിലാണ് VC നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് പറയുന്നെങ്കിൽ തന്നെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെ എടുക്കുന്ന കാര്യത്തിലും അവരെ തീരുമാനിക്കുന്ന കാര്യത്തിലുമൊക്കെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്താൻ ഭരണപക്ഷത്തിന് അധികാരമുണ്ട്. പക്ഷേ ആ അധികാരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന പരാതിയും മറ്റൊരു ഭാഗത്തുണ്ട്. എന്തായാലും ഇതുവരെ കാണാത്ത ചില സമരങ്ങൾ നമ്മൾ സർവകലാശാലകളിൽ കണ്ടു. ശവമഞ്ചവും ശവദാഹവും ഒക്കെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ മുന്നിലേക്ക് എത്തിച്ചു. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതൊരു സമരമുറയാക്കി മാറ്റി. ഇതൊക്കെ വൃത്തികെട്ട സമരം ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇവരുടെ ആവശ്യങ്ങൾ ശക്തമാണ്. അത് കൃത്യമായി പരിഗണിക്കേണ്ടത് ഭരണപക്ഷത്തുള്ളവരാണ്. ആ മൗനം എന്തുകൊണ്ട് വെടിയുന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി ലോക് ഭവൻ ചില കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമരങ്ങളുടെ കാര്യത്തിൽ. ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോഴും കേരള സർവകലാശാലയിൽ വലിയ സമരങ്ങളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി. വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടന്നുകയറി, VCയെ തടഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള സമരങ്ങൾ അന്ന് കണ്ടതാണ്. അതേ സമരങ്ങൾ ഇപ്പോഴും തുടരുന്നു. ക്യാമ്പസുകളിലെ പ്രശ്നം എന്തുകൊണ്ട് വ്യക്തമായി അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്തുവാൻ സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ സർക്കാരുകൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയമല്ല. വളർന്നു വരുന്ന തലമുറയാണ്, അല്ലെങ്കിൽ പുതിയ തലമുറകളാണ് ഈ ക്യാമ്പസുകളിൽ പഠിക്കുന്നത്, ഈ സർവകലാശാലകളിൽ ഉള്ളത്. അവർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകേണ്ടത് സർവകലാശാലകളാണ്, ഭരിക്കുന്നവരാണ്.
പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു നിസ്സംഗത ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴൊരു ചോദ്യമായി ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് അങ്ങനെ തന്നെയായിരുന്നു. പല സർവകലാശാലകളിലും സമരം ശക്തി പ്രാപിക്കുമ്പോൾ പോലീസ് എത്തുന്നു, സമരക്കാരെ പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ സമരക്കാരുമായി ഉന്തും തള്ളും നടക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. കേരള സർവകലാശാല ആസ്ഥാനത്ത് കണ്ടതും അങ്ങനെ തന്നെയായിരുന്നു. വിദ്യാർത്ഥി സമരം ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ കാര്യമായ ഇടപെടൽ എങ്ങു നിന്നും ഉണ്ടാകുന്നില്ല. ആരും ഇതിനോട് വലിയ ശ്രദ്ധ കാണിക്കുന്നതുമില്ല. വിഷയം പറയുമ്പോഴൊക്കെ തന്നെ അത് മറ്റു ചില തലങ്ങളിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്, പ്രത്യേകിച്ചും ലോക് ഭവനിലേക്ക്. ലോക് ഭവൻ ഇടപെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാവുള്ളൂ. അതിന് രാഷ്ട്രീയത്തിൻ്റെ നിറമില്ല, രാഷ്ട്രീയത്തിൻ്റെതായ ചുവകളുമില്ല. പക്ഷേ ഇവിടെ അവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ പിന്നിൽ ചില സത്യങ്ങളുള്ളത് കൊണ്ടാണ് അവർ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കണം. എന്തായാലും സർവകലാശാലകൾ ഇപ്പോൾ ശക്തമായ സമരത്തിൻ്റെ വേലിയേറ്റമുയരുന്ന സ്ഥലങ്ങളായി മാറുകയാണ്. അവരുടെ ആവശ്യങ്ങളും ശക്തമായി ഉയരുകയാണ്. ആരിടപെടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ആരിടപെട്ടാലും ഇല്ലെങ്കിൽ തന്നെയും ആവശ്യങ്ങൾ കൃത്യമായി അംഗീകരിച്ച് നൽകേണ്ടത് സർക്കാരിൻ്റെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കടമയാണ്.